നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കോടതി കൃത്യമായിട്ട് SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് ഒരുത്തനെയും വെറുതെ വിടരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവിതാംകൂർ ബോർഡിൻ്റെ ദേവസ്വത്തിലുള്ള ആരാണെങ്കിലും, അതും ഏത് ഉന്നതനാണെന്നുണ്ടെങ്കിൽ കൂടി ഇതിൽ പങ്കുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുവരണം. അതും മാത്രമല്ല, ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ്. കാരണം കോടതിയാണ് ഇപ്പോൾ നേരിട്ടിട്ട് ഇടപെട്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എല്ലാ ചർച്ചകളിൽ പറയുന്ന പോലെ 2019 നടന്നിട്ടുള്ള ഈ ഒരു വലിയൊരു സ്വർണ്ണ കവർച്ച മറയ്ക്കാൻ വേണ്ടി തന്നെയാണ് 2025 അതേ ഒരു സാധനം തന്നെ വീണ്ടും ഒരു റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള പല നീക്കങ്ങളും ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് VD സതീശനടക്കം വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ്, വളരെ പരിഹാസം നിറഞ്ഞ ഭാഷയിലാണ് അദ്ദേഹം ഇന്ന് സംസാരിച്ചിരിക്കുന്നത്. അതെ, VD സതീശൻ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണോ, ഒറ്റ ഒരെണ്ണത്തിനെ കള്ളന്മാരെ അതിനകത്ത് വെക്കരുത്. അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹത്തിലായിരുന്നു നോട്ടം. ഭാഗ്യത്തിന് ഹൈക്കോടതി വന്നതുകൊണ്ട് അത് നഷ്ടപ്പെടാതെ ഇരിക്കാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് VD സതീശൻ വലിയ രീതിയിൽ വിമർശനം ഉയർത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ VD പറഞ്ഞതിനോട് കുറേയൊക്കെ യോജിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. കാരണം ഇപ്പോൾ PS പ്രശാന്തിലേക്കാണ് കാര്യങ്ങൾ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ചോദിക്കുന്ന ഒരു കാര്യം, ഹൈക്കോടതിക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്നുള്ളത്. കാരണം 2019 നടന്ന കൊള്ള മറയ്ക്കാനാണോ 2025 ഒരുപക്ഷെ കമ്മീഷണറുടെ കത്തിനെ പോലും അവഗണിച്ചുകൊണ്ട് ഹൈക്കോടതി പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു, ഇനിയുള്ള പണികൾ ആ സന്നിധാനത്ത് വെച്ച് തന്നെ, ഏത് ക്ഷേത്രത്തിൻ്റെയാണെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് തന്നെ പണികൾ തീർക്കുക, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ തീർക്കുക, അല്ലാതെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുപോയി പണിഞ്ഞുകൊണ്ട് വരരുത്. ദേവസ്വം കമ്മീഷണറുടെ കത്ത് പോലും ഉണ്ടായിരുന്നു. ഇവരെല്ലാം അവഗണിച്ചുകൊണ്ട് ദേവസ്വം പ്രസിഡന്റായ PS പ്രശാന്ത് സ്വന്തമായിട്ട് പോറ്റി ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വലിയ പരാമർശങ്ങൾ. ഒരുപക്ഷെ കോടതിയും ഇത്തരത്തിൽ വലിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഉന്നത തലത്തിലുള്ളവർ വരെ വന്നിട്ടുണ്ട്. ആരെയും വിട്ടുപോകരുത്, കയ്യോടെ തൂക്കിയെടുത്ത് പൊക്കിക്കോണം, ഒരെണ്ണത്തെ ഇതിന് മാറ്റരുത്, എത്ര വലിയ ഉന്നത പദവിയിലിരിക്കുന്നവരെ ആണെങ്കിലും പ്രതി ചേർത്തു കൊള്ളണം എന്ന് SITക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ആര് തന്നെയാണെങ്കിലും അത് കയ്യോടെ പൊക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ PS പ്രശാന്തിലേക്ക് വരുവാണെങ്കിൽ ചില അഭ്യൂഹങ്ങളൊക്കെ ചില ചാനലുകൾ ആ നാട്ടിൽ പോയി അന്വേഷിക്കുകയും, PS പ്രശാന്ത് പണ്ടൊരു കോൺഗ്രസ് നേതാവായിരുന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അന്നൊക്കെ വലിയ രീതിയിലൊക്കെ വന്നിരുന്നു. ഒരുപക്ഷെ ഏറ്റവും പാവം പിടിച്ച സാമ്പത്തികമായിട്ട് വലിയ പരാധീനതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഒക്കെ അന്ന് ഒക്കെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം തോക്കുകയാണ് ചെയ്തത്. അങ്ങനെ കുറേ നാൾ കോൺഗ്രസിന് ചുറ്റിപ്പറ്റി ഇങ്ങനെ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പല ജില്ലാ കമ്മിറ്റികളും സെക്രട്ടറിയേറ്റും ഒക്കെ ഇങ്ങനെ നടന്നിരുന്ന PS പ്രശാന്തിന് സാമ്പത്തികമായിട്ട് നിരവധി പരാധീനതകളുണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് കോൺഗ്രസ് വിട്ടിട്ട് നേരെ CPMലോട്ട് തിരിയുന്നത്. CPM വന്നതോടുകൂടി, ഒരുപക്ഷെ പിണറായിയുടെ ഒരു ചായ്വ് കിട്ടിയതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ പല രീതിയിൽ മുതലാക്കാം എന്ന് ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് ഞാൻ പറയുന്നില്ല, CPM പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ കഴിവുകൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നൊരു പദവി അദ്ദേഹത്തിന് കൊടുത്ത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് അറിയില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നൊരു പദവി കൊടുക്കുന്നു. ആ പദവിയിലൂടെ അദ്ദേഹം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് വലിയ വീട് വയ്ക്കുന്നു, വസ്തുക്കൾ വാങ്ങിക്കുന്നു. അതൊക്കെ ഒരുപക്ഷെ നാട്ടുകാർക്കുൾപ്പെടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇദ്ദേഹം പറന്നുയർന്നത്, സാമ്പത്തിക നേട്ടമുണ്ടാക്കിയത്. ഏതായാലും അതിലേക്കൊക്കെ അന്വേഷണം തിരിയേണ്ടതായിട്ടുണ്ട്. എത്തരത്തിലാണ് ഈ ഇടപാടുകൾ നടത്തിയത്? ഒരു സാധാരണ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കിട്ടുന്ന ഒരു തുക കൊണ്ട് ഇത്ര വലിയ വീടുകളും വസ്തുക്കളും ഒക്കെ വാങ്ങാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരുപക്ഷെ അന്വേഷണത്തിലേക്ക് ഇനി പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് അല്ല, അതിന് മുന്നേ ഉള്ള ദേവസ്വം ബോർഡിലേക്കും ദേവസ്വം വിജിലൻസിലേക്കും ഒക്കെയാണ് തിരിയുന്നത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ഇന്നലെ ഒരു തീരുമാനത്തിൽ നിലവിലുള്ള ദേവസ്വം പ്രസിഡന്റിലേക്കും ദേവസ്വം ബോർഡിലേക്കും ഒക്കെ ഹൈക്കോടതി പ്രതി ചേർത്ത് തന്നെ ഒരുപക്ഷെ ഒരു കേസ് രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ PS പ്രശാന്ത് കൈകൾ ശുദ്ധമാണെങ്കിൽ ഒരുപക്ഷെ അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ, കൈകൾ ശുദ്ധമല്ല എന്നുണ്ടെങ്കിൽ അയ്യപ്പൻ നല്ല ഒന്നാന്തരം പണി കൊടുക്കുമെന്നുള്ളതിന് സംശയമില്ല. ഏതായാലും
2019 ആർക്കോ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു കള്ളത്തരം ദേവസ്വം ബോർഡ് നടത്തിയത് എന്നുള്ളത് കൃത്യമായിട്ട് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. SIT അന്വേഷണം, SIT കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളുടെയും ഒരു പൂർണ്ണ രൂപത്തിൽ നിന്ന് ഹൈക്കോടതിക്ക് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇന്നലെ ഒരു തീരുമാനമെടുത്തത്. ദേവസ്വം ബോർഡ്, ദേവസ്വം വിജിലൻസ്, സർക്കാർ ഇവരെ പ്രതി ചേർത്തുകൊണ്ട് സ്വമേധയ ഹൈക്കോടതി ഇപ്പോൾ കേസെടുക്കാൻ കാരണം. അപ്പം സർക്കാർ ഇതിനകത്ത് പ്രതിപട്ടികയിലുണ്ടെങ്കിൽ സർക്കാരിലെ പലവിധ ഉന്നത തലത്തിലുള്ള വ്യക്തികളും ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്, കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം മന്ത്രിതലത്തിലേക്ക്, ഒരുപക്ഷെ മുഖ്യമന്ത്രി തലത്തിലേക്കൊക്കെ എത്താൻ ഇതൊരു സാധ്യതയുണ്ട്. ഇത് ചെറിയൊരു കൊള്ളയല്ല, വലിയൊരു കോടികളുടെ കവർച്ചയാണ് നടത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ആ സ്ട്രോങ് റൂമിലൊക്കെ ഇനി എന്തെല്ലാം കള്ളത്തരങ്ങൾ കണക്കെടുപ്പ് വരുമെന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെ സമാന്തരമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പല സംഗതികളും ഇല്ല, ആനക്കൊമ്പ് വരെ കോടികളുടെ മറിച്ചു വിറ്റിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അവിടെ ഈ കിട്ടുന്ന ഈ വെള്ളിയുടെ വിളക്കുകൾ, സ്വർണത്തിൻ്റെ വിളക്കുകളൊക്കെ പലതും ഇല്ല, പലതും ആ രീതിയിലുള്ളതല്ല വരുന്നത്. പലതിനെയും ഇതേപോലെ ദ്വാരപാല ശില്പം പോലെ ഊറ്റി സ്വർണം എടുത്തിട്ട് വെറുതെ സ്വർണം പൂശി കൊണ്ടുവന്ന് വെക്കുന്നതും ഒക്കെ, ഉരുളികൾ, സ്വർണ്ണ തളികൾ, ഇതൊന്നും കാണാനില്ല. ചിലതിൻ്റെയൊക്കെ പോയി, ചിലതൊന്നും പോയതല്ല തിരികെ വരുന്നത്. അപ്പം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരുപക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിനും സംഭവിച്ചിരിക്കുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അതും ഈ പറഞ്ഞതുപോലെ വെളിച്ചത്ത് വരേണ്ടുന്ന ഒരു സംഗതി തന്നെയാണ്. ഗുരുവായൂരപ്പൻ ഈ പറയുന്നോണം അയ്യപ്പൻ പറയും, ഗുരുവായൂരപ്പ നിനക്കെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതിയിടത്താണ് ഗുരുവായൂരപ്പനെ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് വരുന്ന വസ്തുത. ഏതായാലും ഇപ്പോൾ ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതി കൃത്യമായിട്ടുള്ള ഒരു അനുമാനത്തിലെത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഒരു അന്വേഷണം നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കും. 10 ദിവസത്തെ, ഓരോ 10 ദിവസത്തിനകത്തും റിപ്പോർട്ട് നൽകണം. അപ്പോൾ അത്രയും കൃത്യതയോടുകൂടിയാണ് ഹൈക്കോടതി പോകുന്നത്. അതിന് കാരണമുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയുടെ മറ്റുള്ള കേസുകളെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു പ്രാധാന്യം കോടതി ഈ ഒരു കേസിന് കൊടുക്കുന്നുണ്ട്. SIT അന്വേഷണം നിലവിൽ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുകയാണ്. പക്ഷെ എന്നാൽ അവിടെയും ചില സംഗതികളൊക്കെ വരുന്നുണ്ട്. ചില CPM അനുഭാവികൾ ഈ ഒരു ഉദ്യോഗസ്ഥരുടെ ഇടയിലുണ്ട് എന്നുള്ളത് അതൊരു പക്ഷേ ചിലവർക്ക് സംശയാസ്പദമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പ്രതിപക്ഷം അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് CBI കൂടി CBI അന്വേഷിപ്പിക്കാൻ CBI ഈ ഒരു കാര്യത്തിലേക്ക് കേസ് കൊടുക്കണം, കൈമാറണം എന്നുള്ളതും. ഏതായാലും അതൊക്കെ ഇനി വരുന്ന ഒരു പക്ഷേ ഹൈക്കോടതിയുടെ ഈ ഒരു അവസാന ഘട്ടം വരുമ്പോൾ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും താഴേക്കിടയിലുള്ളവരിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ പ്രതിപക്ഷം സുപ്രീം കോടതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു കേസിന് മാത്രം, മാസപ്പടി ലൈഫ് മിഷൻ കേസോ അല്ലെങ്കിൽ ഈ പറയുന്ന ലാവ്ലിൻ കേസോ ഒക്കെ പുകമറയിൽ മൂടാൻ പറ്റിയ പിണറായി വിജയന് അയ്യപ്പൻ്റെ കേസ് മാത്രം അങ്ങനെ വെറും മൂടിക്കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആകെ CPM പെട്ടിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ 2019 നടന്ന സംഗതി ദേവസ്വം ബോർഡ് യോഗമൊന്നും നടന്നിട്ടില്ലായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ യോഗം, അതായത് ഒരു യോഗമാണ് തീരുമാനം. അവർ കൂടിയാലോചിച്ചാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അവിടുത്തെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കുക. പക്ഷെ അന്ന് യോഗം ചേർന്നില്ല. യോഗം ചേരാതെ തന്നെയാണ് ഇത്തരത്തിൽ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്ത് കടത്തിയത്. അതുമാത്രമല്ല, അന്ന് ഈ പറയുന്ന ദേവസ്വം കമ്മീഷണർ അവരുടെ ഒരു തീരുമാനമെടുത്തില്ല. ഇമെയിലിലൂടെ മാത്രമാണ് ഒരു സന്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയത്. അത് വെച്ചാണ് പോറ്റി എന്ന് കാണിച്ചത് എനിക്ക് താണ്ട ദേവസ്വത്തിൽ നിന്ന് തന്നെ ഇത് കിട്ടിയെന്നുള്ളത്. അപ്പം അല്ലാതെ ഒരു യോഗം കൂടുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഈ മുൻകരുതലുകൾ എടുക്കുകയോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി അന്വേഷിക്കുക, ഇതൊന്നും ചെയ്യാതെ തോന്നുംപടി അന്ന് ഇരുന്ന ചില ആൾക്കാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിൽ, SIT അന്വേഷണത്തിൽ പലപ്പോഴും മിനിറ്റ്സുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കൊടുക്കുന്നില്ല. 2019 മുതലുള്ള മിനിറ്റ്സുകൾ കൊടുക്കാൻ വളരെയധികം വൈമുഖ്യം കാണിക്കുന്നത് തന്നെ ഒരു പക്ഷേ സംശയത്തിന് ഇടം കൊടുക്കുന്നതാണ്. ഇന്ന് ചില മിനിറ്റ്സുകൾ SITക്ക് കിട്ടും. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒരുപക്ഷെ കണ്ടെത്തിയാൽ മൊത്തത്തിൽ പാർട്ടി മാത്രമല്ല, CPM മാത്രമല്ല, പിണറായി സർക്കാർ, LDF സർക്കാർ പെടുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ചില രേഖകൾ കൈമാറുന്ന
കൈമാറുന്നില്ല എന്നുള്ളതാണ് വരുന്നത്. പക്ഷേ ഇന്ന് അത് കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ളത് ഇന്നലെ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ന് SITക്ക് കൈമാറേണ്ടതായിട്ടുണ്ട്. കാരണം ഈ രേഖകൾ അവർക്കെല്ലാം കൈമാറിയേ പറ്റൂ. ഇതിനിടയ്ക്ക് ഒരു പേജ് പറിച്ചു കളഞ്ഞാലോ മായ്ച്ചു കളഞ്ഞാലോ ഇത് കൃത്യമായിട്ട് നല്ല മൂളയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഇവർ പെട്ടുപോകും. ഇവർക്ക് എന്തും മായ്ക്കാൻ പറ്റത്തില്ല. കാരണം പഴയ കാലം മുതലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് മായ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിൽ ചിലതൊന്നും മിനിറ്റ്സിനകത്ത് മാസറിലൊന്നും എഴുതിയിട്ടൊന്നുമില്ല. പലതും എഴുതിയിട്ടില്ല. പല വിശ്വാസികളും കൊടുക്കുന്നതിന് റെസിപ്റ്റ് ഇല്ല, പലതും എഴുതിയിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. മാത്രമല്ല ചിലരൊക്കെ പറയുന്ന ഈ ചില പാളികളൊക്കെ നീ ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ള അറിയില്ല. ഈ സ്റ്റോർ റൂം എന്ന് പറയുന്ന അറിയാമല്ലോ, ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സംഗതി, അവിടെ ആ സ്റ്റോർ റൂമിലാണ് ചില സ്വർണ്ണങ്ങളും ഈ പാളികളൊക്കെ കിടക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ട് ചവിട്ടി മെതിച്ചാണ് എല്ലാവരും പോകുന്നത്. അതിനൊന്നും വലിയ പ്രാധാന്യം ഇവിടെ കൊടുക്കാത്ത രീതിയിലാണ് പോകുന്നത്. അത്തരത്തിലാണ് ഇവർ ഓരോന്നും സൂക്ഷിക്കുന്നത്. അതായത് അയ്യപ്പത്തിന് കിട്ടുന്ന മുതലുകൾ, കാരണം എല്ലാം കൂടെ എടുത്ത് തൂത്തുവാരി കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പലതും സ്ട്രോങ് റൂമിൽ വെച്ച് അതാത് രേഖപ്പെടുത്തി അതാത് സേഫായിട്ട് സൂക്ഷിക്കാനോ, അത് ഒരു പൊട്ട് തന്നെയായിരുന്നു. ഒരു വിശ്വാസി കൊടുക്കുന്ന 1 ഗ്രാം ആണെങ്കിലും ഒരു പണത്തൂക്കത്തിലാണെങ്കിലും അത് കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കേണ്ടുന്ന ഇത്രയും ജീവനക്കാരുള്ള ശബരിമലയിൽ അതില്ലാതെ വെറും സ്റ്റോർ റൂമിലൊക്കെ കൊണ്ടുവന്ന് അടച്ചിടുക. ചാക്കിനകത്തൊക്കെയാണ് കെട്ടി അവിടെ ഇവിടെയൊക്കെ വെക്കുന്ന ഓരോ ഇത്. അത് ചിലതിനൊന്നും രേഖകളില്ല. ചിലപ്പോൾ എത്ര പേരാണ് കയറി ഇറങ്ങി പോകുന്നത്, ആരെങ്കിലുമൊക്കെ അതൊക്കെ എടുത്തുകൊണ്ട് പോകത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഉദാസീനമായിട്ടുള്ള രീതിയിലാണ് ശബരിമലയിലെ പല കാര്യങ്ങളും പോകുന്നത്. ഏകദേശം 4000-ൽ പരം ദേവസ്വം ബോർഡ് ജീവനക്കാരുള്ള ഒരു ദേവസ്വം ബോർഡിൻ്റെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നോട് വേണം. ഇന്ന് VD സതീശൻ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണമെന്ന്. അതാണ് കുമ്മനം രാജശേഖരൻ ഇടയ്ക്ക് പറഞ്ഞു, ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുക. ദേവസ്വം ബോർഡിൻ്റെ ആവശ്യമില്ല. ഇത് കൃത്യമായിട്ട് കണക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഇത്തരത്തിൽ പോകുമ്പോൾ ഒരു പക്ഷേ എത്രയോ കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്, എത്ര മുതലുകളാണ് തൊലച്ചു വരുന്നത്. ഏതായാലും ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റം മുതൽ ടോപ്പ് ടു ബോട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോളി മുതൽ താഴെ വരെ എന്തുണ്ടെങ്കിലും പരിശോധിക്കണം, കൃത്യമായിട്ട് തൂത്തുവാരി എടുക്കണം, ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക. ഒരു പക്ഷേ കേന്ദ്രത്തിൻ്റെ ഉൾപ്പെടെ ഒരു സപ്പോർട്ടിങ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ഇന്ന് രാഷ്ട്രപതി ശബരിമലയിലെത്തി. അത് ഹെലികോപ്റ്ററൊക്കെ പൊതിഞ്ഞ കാര്യമൊക്കെ നമ്മൾ നേരത്തെയുള്ള ചർച്ചയിൽ പറഞ്ഞു. അതവർണ്ണ സുരക്ഷാ വീഴ്ചയാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്. രാഷ്ട്രപതി എത്തിയിരിക്കുന്നു ശബരിമല ദർശനത്തിന്. ഒരുപക്ഷെ വ്രതശുദ്ധിയോടുകൂടി അല്ലേ, അതൊക്കെ ഒരുപക്ഷെ ഈ സാംസ്കാരിക നായകന്മാരും ശബരിമലയിൽ കയറിയ കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ, ഫെമിനിസ്റ്റുകൾ, ഇവരും ഈ ആക്ടിവിസ്റ്റുകളും ഒക്കെ കാണേണ്ടിയിരിക്കുന്നു. അതിന് ഒത്താശ പിടിച്ച പിണറായി സർക്കാരിൻ്റെ സഖാക്കന്മാരും ഇതൊക്കെ കാണണം. ഇങ്ങനെയാണ് ഇത് ഈ പ്രഥമ വനിത കാണിച്ചു കൊടുക്കുന്നത്, മറ്റുള്ള സ്ത്രീകൾക്ക് ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് വിശ്വാസം, ഇതാണ് ആചാരം, ഇതാണ് അനുഷ്ഠാനം എന്നുള്ളത്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വരുന്നുണ്ട് വൃശ്ചിക മണ്ഡലകാലത്തിന് ശേഷം. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ അടുത്ത് ഇനി അമിത്ഷായുടെ കയ്യും കാലം തീരുമാനമൊന്നും പോയാലൊന്നും ഈ ശബരിമല വിഷയം കെട്ടടക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല. കാരണം ഒരു തവണ എല്ലാവരും ക്ഷമിച്ചതാണ്. പക്ഷെ ഇത്രത്തോളം കട്ടുമുടിച്ച് വെണ്ണൂറാക്കുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമ്മുടെ കൺമുന്നിൽ കാണുന്ന ശ്രീകോവിലിൻ്റെ വസ്തുക്കൾ പോലും അടിച്ചു മാറ്റിയ ഈ ഒരു സംസ്ഥാന സർക്കാർ എന്തെല്ലാം അതിന് മോഷണം ചെയ്തിട്ടുണ്ടായിരിക്കാം, മോഷ്ടിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം കോടതി പറയുന്നത് കൃത്യമായിട്ട് മന്ത്രിതലത്തിലുള്ളത് അല്ലെ മുഖ്യമന്ത്രി അറിയാണ്ട് ഒരു പണ പോലും ശബരിമലയിൽ നിന്ന് പോകില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ പിടിപ്പേടായിരിക്കും? മന്ത്രിമാരുടെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നവരുടെ പിടിപ്പേടാണ്. പക്ഷെ അങ്ങനെയല്ല, ഇവരുടെ അറിവോടുകൂടി സമ്മതത്തോടു കൂടി തന്നെയാണ് ഇത് പലതും പോയിരിക്കുന്നത്, കൊള്ളകൾ നടത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ചെറിയ മീനെന്ന് നമ്മളെപ്പോഴും പറയുമ്പോഴും ഒരു ചെറിയ മീഡിയേറ്റർ മാത്രമായിരിക്കാം. ഒരു പക്ഷേ പോറ്റിയെ പെടുത്താം, നാളെ എന്ത് ഞങ്ങൾ രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ പോറ്റിയെ പെടുത്തിയതുമായിരിക്കാം. അതായത് പോറ്റി എന്തായാലും ഇനി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതായിരിക്കും. മാത്രമല്ല ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ ഇതനുസരിച്ച് ഈ വിധി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഓരോ സാധനങ്ങളും അതായത് ഇവിടെ വെച്ച് തന്നെ ശരിയാണ്. അതിനുശേഷമാണ് 2025 PS പ്രശാന്ത് ഇത്തരത്തിൽ വീണ്ടും പോറ്റിയുടെ കൈ കൊടുത്തിട്ട് ഇപ്പം ആ കൊടുത്ത സ്വർണ്ണ പാളിയാണ് ഇപ്പം വീണ്ടും ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അന്ന് ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ടും അപ്പം ഇവിടെ PS പ്രശാന്തും പ്രതികൂട്ടിലായിരിക്കുകയാണ്. അതായത് 2019 സംഭവം
ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ അതിൻ്റെ വിധികളൊക്കെ അതിൻ്റെ വിചാരണയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പുറത്തു വന്നാൽ പ്രശ്നമാകുമെന്ന് കരുതി 2025 വീണ്ടും എന്താണ് PS പ്രശാന്ത് ഈ പോറ്റിയുടെ കൊടുത്തു. അത് PS പ്രശാന്തിൻ്റെ ഇതിലാണ്. അവിടെ കമ്മീഷണർ കത്ത് നൽകിയിട്ടുണ്ട് നേരത്തെ. കമ്മീഷണറുടെ അനുവാദത്തോടെ മറ്റുള്ളവരുടെ അനുവാദത്തോടെ അല്ല, PS പ്രശാന്തിൻ്റെ ഒരു പ്രത്യേക ഇതിൽ പോറ്റിക്ക് വീണ്ടും കൊടുത്തു. അപ്പോൾ ഇവിടെ തെറ്റുകാരൻ PS പ്രശാന്ത് കൊണ്ട് എത്രയും വേഗം രാജിവെക്കണമെന്ന സമയം കഴിഞ്ഞു. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് നേരത്തെ ഹൈക്കോടതി ചോദിച്ചത് ആര് എന്നൊരു ചോദ്യമാണ്. ഏതൊരു വ്യക്തി, ഏതൊരു നേതാവ്, ആരാണ്, അല്ലെങ്കിൽ ഏത് പണക്കാരൻ എന്നൊരു ചോദ്യങ്ങളൊക്കെ വരുന്നു. ആർക്ക് വേണ്ടി എന്നൊരു ചോദ്യം ഹൈക്കോടതി വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. അത് ആരാണെന്നുള്ളത് ഏതായാലും ഉടനെ തന്നെ നമുക്ക് അറിയാൻ കഴിയും.